സമയത്തിന് വിലയുണ്ട്. ആ വില നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഭൂമിയിൽ തന്നെ അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു വർഷത്തിൻ്റെ വിലയറിയണമെങ്കിൽ ഇയർ ഔട്ടായ വിദ്യാർത്ഥിയോട് ചോദിക്കണം. മാസത്തിൻ്റെ വിലയറിയണമെങ്കിൽ മാസം തികയാതെ പ്രസവിച്ച പെണ്ണിനോട് ചോദിക്കണം. ആഴ്ചയുടെ വിലയറിയണമെങ്കിൽ ആഴ്ച പതിപ്പിൽ ലേഖനം എഴുതുന്നവരോട് ചോദിച്ചാൽ മതി. ഒരു ദിവസത്തിൻ്റെ വിലയറിയണമെങ്കിൽ കാഴ്ചപ്പാട് പേജിൽ ലേഖനം എഴുതുന്നവരോട് ചോദിച്ചാൽ മതി. ഒരു മണിക്കൂറിൻ്റെ വിലയറിയണമെങ്കിൽ ബോർഡിംഗ് പാസ് എടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ലഭിക്കാതെ പോയ അവരോട് ചോദിച്ചാൽ മതി. ഒരു മിനിറ്റിൻ്റെ വിലയറിയണമെങ്കിൽ ട്രെയിൻ ലഭിക്കാതെ പോയവരോട് ചോദിച്ചാൽ മതി. ഒരു സെക്കൻഡിൻ്റെ വിലയറിയണമെങ്കിൽ ഓട്ടത്തിൽ സെക്കൻഡുകൾക്ക് പരാജയപ്പെട്ടവരോട് ചോദിച്ചാൽ അറിയാം. ഇങ്ങനെ സമയത്തിന് വലിയ മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. ആ സമയത്ത് നമ്മൾ ചെലവഴിക്കപ്പെട്ട സമയത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുക. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്തു വെച്ച നന്മകൾ അടയാളപ്പെടുത്തലുകളായി സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ നമ്മൾ കൃത്യമായി സമയത്തെ വിനിയോഗിക്കപ്പെടണം. അതുപോലെ നമ്മെ സൃഷ്ടിച്ച റബ്ബും നമ്മളോട് ചോദിക്കും, നീ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ സമയം എവിടെയൊക്കെ ചിലവഴിച്ചു എന്ന്. സമയം വളരെ പരിമിതമാണ്. ചെയ്യാനുള്ള നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. പരസ്പര സൗഹൃദത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും മുന്നോട്ട് പോകുമ്പോഴാണ് സമയത്തിൻ്റെ മൂല്യവും വിശ്വാസവും നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ആ വിശ്വാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്കേറെ വിജയമുണ്ടാവുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ആ വിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലാൻ സമയത്തിൻ്റെ മൂല്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.